UNAയുടെ സഭാവിരുദ്ധ ശക്തികളെ അവഹേളനത്തിനെതിരെ, മറ്റ് ശക്തികളുടെയും അവഹേളനത്തിനെതിരെയും തൃശ്ശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെതിരെ ബസിലിക്ക കൊറോന കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ സംഗമവും വിശദീകരണ യോഗവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഷെവലിയർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം അവറുകളെ ഞങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത കൊറോന കൗൺസിൽ ബസിലിക്കയുടെ സെക്രട്ടറി ശ്രീമാൻ ഷാനു അവറുകളെ, സ്നേഹമുള്ള കൊറോന കൗൺസിൽ അംഗങ്ങളെ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൊറോണയിലെ ഇടവുകളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള അതിരൂപതയെ സ്നേഹിക്കുകയും അതിരൂപത അധ്യക്ഷനോടും സഭയോടും ചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലവരായ സുഹൃത്തുക്കളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള നഗരവാസികളെ, ഈശോ തൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ എല്ലായിടത്തും പോയി പഠിപ്പിക്കണം. മറ്റൊരു കാര്യം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ രോഗികളെ സുഖമാക്കണം. ഈ രണ്ട് ദൗത്യവും വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടാണ് സഭയുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. പഠിപ്പിക്കുവാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര സേവന സ്ഥാപനങ്ങളും. പക്ഷെ അത് മാത്രമല്ല ഈശോ പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ രോഗികളെ സുഖമാക്കണം. അത് മാത്രം പോരാ, പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്യണം. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം പൈശാചിക ശക്തികൾ ഈ പ്രവർത്തനത്തെ എപ്പോഴും നശിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ വളരെ വാച്ച്ഫുള്ളായിരിക്കണം, അവരെ തകർക്കണം. മാത്രമല്ല, മനസ്സിന് കുഷ്ഠരോഗം ബാധിച്ചവരുണ്ട്, അവരെ നിങ്ങൾ ശുദ്ധീകരിക്കണം. മനസ്സിൽ കുഷ്ഠരോഗം ബാധിച്ചാൽ പിന്നെ അവൻ എന്തൊക്കെയോ ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തിയിട്ടാകാം, അല്ലെങ്കിൽ തൃശ്ശൂർ സ്വർണ്ണ കച്ചവടക്കാർക്ക് പരിചയമുള്ള ആസിഡിൽ മുക്കിയിട്ടാകാം അവരെ ശുദ്ധീകരിച്ചെടുക്കണം. അത്ര പ്രധാനപ്പെട്ട ദൗത്യവും ഇതിൻ്റെ കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സുഗമമായി ഈ പ്രവർത്തനം മുന്നോട്ട് പോകുകയില്ല. നമുക്കറിയാം, നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള 3 വാക്കുകളാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഹൈന്ദവ ആധ്യാത്മികതയുടെ ഭാഗമാണ് എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ തന്നെയാണ് താനും. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചം സ്വയം മാനേജ് ചെയ്യുന്നത് ഈ 3 പ്രധാനപ്പെട്ട ശക്തികളിലൂടെയാണ്. എപ്പോഴും പുതിയതിനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു, സംരക്ഷിക്കപ്പെടേണ്ടതിനെ സംരക്ഷിക്കുന്നു, ആവശ്യമില്ലാത്തതിനെ, പൈശാചികമായതിനെ സംഹരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ സഭയുടെ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ചെയ്യാനുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള കുറേ പൈശാചിക ശക്തികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിശക്തമായി അതിനെ നേരിട്ടിട്ടുമുണ്ട്. അതേസമയം തന്നെ ആതുര സേവന രംഗത്തെ കാര്യമായി അങ്ങനെ ആക്രമിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതും സംഭവിച്ചിരിക്കുകയാണ്. വളരെ സ്തുത്യർഹമായ രീതിയിൽ ആതുര സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ, അതിൻ്റെ മേലധ്യക്ഷന്മാർക്കെതിരെ, സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ എതിരെ വളരെ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ പ്രവർത്തനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പൈശാചികമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.
ഈ ബാധയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എളിയ ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അതേ രീതിയിൽ കാണേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു നാട്ടിലെ ഗവൺമെൻറ് ആസ്പത്രികളും മിഷൻ ആസ്പത്രികളും അത് രണ്ടും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ശുശ്രൂഷ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. മറ്റ് ആസ്പത്രികളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന സ്ഥാപനങ്ങളാണിത്. ഇതിന് സ്വന്തമായി ഒരു ഓണർഷിപ്പുണ്ട്, ഒരു ഓണറുടെ കീഴിലാണ്. അത് സഭയാകാം. പക്ഷേ ഇതിന് മാനേജ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ നടത്തിപ്പ് വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇത് നാടിൻ്റെ ഒരു സമ്പത്താണ്, പൊതു സ്വത്താണ്. അക്കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. ഇത് നാടിൻ്റെ സമ്പത്തായതുകൊണ്ടാണ് ഒരാസ്പത്രി ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാടിൻ്റെ അനുവാദം വേണം. ഇന്ന് നമ്മൾ അക്രഡിറ്റേഷനെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. NABH, നാഷണൽ അക്രഡിറ്റേഷൻ. കാരണം മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് വേണം, ഗവൺമെൻറ് കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് വേണം ഈ സ്ഥാപനങ്ങൾ നടത്താൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് നാടിൻ്റെ സമ്പത്താണ്, പൊതു സ്വത്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 75 വർഷമായിട്ട് വലിയ സേവനം നാടിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന വേതന വ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അതും ആരും നിരസിക്കുന്നില്ല. എന്നിട്ട് കരിവാരി തേച്ച് പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെ മോശമാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു എന്നതിൽ ഉള്ള ഖേദം പ്രകടിപ്പിക്കുവാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ അവഹേളനങ്ങൾക്കെതിരെ, ആക്ഷേപങ്ങൾക്കെതിരെ തൃശ്ശൂർ ഡോളേഴ്സ് ബസിലിക്ക ഫൊറോന പള്ളിയുടെ കീഴിലുള്ള എല്ലാ ദേവാലയങ്ങളുടെയും അതിലെല്ലാ വിശ്വാസികളുടെയും അകമഴിഞ്ഞ ദുഃഖം പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിരൂപത അധ്യക്ഷനോടും ജൂബിലി മെഡിക്കൽ കോളേജിനോടുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.